ഹലോ, അസ്സലാമലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ചെറുപയറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കറി വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വച്ച് നോക്കൂ. കഴിക്കാത്തവർ വരെയും കഴിച്ചു പോകും. അത്ര ടേസ്റ്റായ ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് പയർ ഇട്ട് കൊടുക്കാം. ഞാൻ പയർ തലേന്ന് വെള്ളത്തിലിട്ടതാണ്. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പയർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു സവാള, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിച്ചതാണ്. പിന്നീട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്ക് പയർ കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പയർ വേവാനായിട്ട് നമ്മൾ വെള്ളം ഒത്തിരി ഒഴിക്കേണ്ട. പയർ നമ്മൾ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടിച്ചു വെച്ച് വേവിച്ചെടുക്കാം. തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ജീരകം, ഒരു അര ടീസ്പൂണ് ജീരകം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് പയർ വെന്തോന്ന് നോക്കാം. പയറൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട്. നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ജീരകവും തേങ്ങയും കൂടി അതിൻ്റെ അരിപ്പ് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറും കൂടി ഒന്ന് കഴുകി അങ്ങോട്ട് ഒഴിച്ചേക്കാം. എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊരു കിടിലൻ കറിയാണ് കേട്ടോ. തേങ്ങ അരിച്ച് നമ്മൾ പയർ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ കൂടെ നമ്മുടെ പയറുണ്ടാവും. അപ്പോൾ ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് തന്നെ കഴിക്കൂ. അപ്പോൾ നമ്മുടെ പയർ കറി റെഡിയായി വന്നിട്ടുണ്ട്. തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കുറുകും നമ്മുടെ മൺചട്ടിയിലായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊരു താളിപ്പ് ആവശ്യമാണ്. അപ്പോൾ താളിച്ച് കൊടുക്കാം. നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, അപ്പോൾ നമ്മുടെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പത്തിന്, ചോറിന്, പുട്ടിന്, ദോശയ്ക്ക് ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റായ ഒരു കറിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഒരു ചെറിയ വീഡിയോയാണ്, ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം. അതുവരേക്കും അസ്സലാമലൈക്കും.